നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 മുതൽ 2024 വരെ ഭരണം കൈയാളിയപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് കാണിച്ച അപമര്യാദ എന്തുമാത്രമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുമാത്രമല്ല, MP സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിനെ താൽക്കാലികമായി നീക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി പോലും അവിടെ മരവിപ്പിച്ചുകൊണ്ട് അവിടെ താമസിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് അധികൃതർ അദ്ദേഹത്തിന് പുറത്തിറക്കുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം അത് സന്തോഷപൂർവ്വം അവർക്ക് താക്കോൽ കൊടുക്കുന്ന ആ ചിത്രങ്ങൾ ഒരു ഇന്ത്യക്കാരനും മറക്കാൻ സാധ്യതയില്ല. ഇപ്പോഴിതാ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. കൃത്യമായി പറഞ്ഞാൽ പ്രധാനമന്ത്രി അധ്യക്ഷനാകുന്ന ഹൈപ്പവർ കമ്മിറ്റിയിലെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവിന് അവിടെ സ്ഥാനമുണ്ട്. പ്രതിപക്ഷ നേതാവ് അതിൽ ഒരു അംഗമാണ്. CBI ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും, ചീഫ് വിജിലൻസ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും, ഇത്തരത്തിൽ ലോക്പാൽ അടക്കമുള്ള സമസ്ത മേഖലകളിലും ഹൈ പവർ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് കൂടി സ്ഥാനമുണ്ട്. അദ്ദേഹത്തിന് കൂടി തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അംഗീകാരമുണ്ട് എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത്. ക്യാബിനറ്റ് പദവിയുള്ള റാങ്ക്. അതുമാത്രമല്ല, സ്വന്തം തട്ടകമായ റായ്ബറേലിയിൽ ഇന്ന് രാഹുൽ ഗാന്ധി സന്ദർശിക്കുമ്പോൾ BJP നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന അവരുടെ സ്വാധീന മേഖല തകർന്നു തുടങ്ങിയിരിക്കുന്നു. അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ശക്തമായ നീക്കങ്ങൾ തന്നെയാണ്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ഒരേ സംസ്ഥാനത്തെ രണ്ട് വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളാണ്. റായ്ബറേലിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജയിച്ചത് 4 ലക്ഷം വോട്ടിനാണെങ്കിൽ വാരണാസിയിൽ നരേന്ദ്രമോദി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങളിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം സജീവമാക്കിക്കൊണ്ട് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗുജറാത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല, നിങ്ങളെ ഞങ്ങൾ പരാജയപ്പെടുത്തും, നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും തൻ്റെ ഇടത്തോടെ രാഹുൽ ഗാന്ധിക്ക് ഇതിനു മുമ്പ് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രയും കരുത്താർജിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി. NDA പക്ഷത്ത് നിന്നുകൊണ്ട് BJP നടത്തുന്ന പോരാട്ടമൊന്നും ഇനി വിജയിക്കില്ല എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവർ പോരാടുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. പബ്ലിക് സെക്ടറുകൾ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന എല്ലാ രീതിയിലും അത് വിറ്റഴിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് വലിയ രീതിയിൽ മാളികകൾ കെട്ടിപ്പടുക്കാനുള്ള നെട്ടോട്ടമാണ്. അതുമാത്രമല്ല ആരെങ്കിലും ചൂഷണം ചെയ്യണമെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും ഏറ്റവും വലിയ കറപ്ഷൻ രീതിയായിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പ് ആണ് നടത്തുന്നത് എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. BJPയുടെ ഏറ്റവും വലിയ ഭയവും അതുതന്നെയാണ്. ഇനി ഇലക്ട്രൽ ബോണ്ട് വഴി ധനസമാഹരണം നടത്തുന്നത് അത് പ്രാക്ടിക്കലി നടപ്പുള്ള കാര്യമല്ല. അത് വളരെ കർശനമായി കോൺഗ്രസ് വീക്ഷിച്ചു വരികയാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. വാസ്തവത്തിൽ പറഞ്ഞാൽ BJPയുടെ കൈകാലുകൾ ബന്ധിച്ച് ഭരണത്തിൽ തുടരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. പൗരത്വ നിയമ ഭേദഗതി ബില്ലായിരുന്നാലും അതുപോലെ തന്നെ അവർ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതിയായിരുന്നാലും പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും കോൺഗ്രസ് എന്നത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു.